CSS വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമിഴ്നാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ വരമ്പത്തായിട്ട് ഈ ചെടി ഒരുപാട് കാണപ്പെടും. വയലറ്റ് ഫ്ലവറുള്ള ഈ ലൈലാക്ക് വയലറ്റ് ഫ്ലവറുള്ള ചെടി ഒരുപാട് കാണപ്പെടും. കേരളത്തിലും ഇത് കാണുന്നുണ്ട്. കേശവർദ്ധിനി എന്നാണ് ഇതിൻ്റെ പേര്. കേശവർദ്ധിനി, കേശ സംരക്ഷണി, കേശകാന്തി എന്ന പല പേരിൽ ഇതറിയപ്പെടും. തമിഴ്നാട്ടിലും കേരളത്തിലും കാണുന്നുണ്ട്. ഒരിക്കലും ഇത് ഇന്ത്യൻ ആണെന്ന് വിചാരിക്കരുത്. ഇത് ബ്രസീലിയൻ ചെടിയാണ്. ബ്രസീലിയൻ ബട്ടൺ ഫ്ലവർ എന്നാണിത് അറിയപ്പെടുന്നത്. നമ്മുടെ മുടി സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇത് ഡെയ്സി ഫാമിലിയിലുള്ളതാണ്. എന്നാൽ ഫോൾസ് ഡെയ്സി എന്നുള്ള പേരിൽ ഗൂഗിളിൽ ഞാനിത് കാണുകയുണ്ടായി. അത് തെറ്റാണ്. ലാർക്ക് ഡെയ്സിയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര്. LARK, ലാർക്ക് ഡെയ്സിയാണ് ശരിയായിട്ടുള്ള വിവരം. ഫോൾസ് ഡെയ്സി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കമ്മൽപ്പൂവിൻ്റെ ഒരു വേരിയൻ്റാണ്. തലയിൽ തേക്കുന്നതിന്, എണ്ണ കൂട്ടുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇലകൾ, പൂവ് ഉൾപ്പെടെ നമുക്ക് എടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്യുക, കഴുകുക. ഇല വൃത്തിയായിട്ട്, ഇലയും പൂവും വൃത്തിയായിട്ട് കഴുകുക. അതിനെ ഒടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ചതയ്ക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിനേക്കാളും ചതയ്ക്കുന്നതാണ് ഒന്നും നല്ലത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കണം. ഒരു 1/2 കിലോ വെളിച്ചെണ്ണ മതിയാവും. 1/2 കിലോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ വളരെ ഉത്തമം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ ചെടി കേശവർദ്ധിനിയുടെ ഇല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതിനെ ചേർക്കുക. മണൽപ്പരുവത്തിൽ വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട്. അതായത് ഇതിൻ്റെ ഇല പച്ച നിറത്തിലുള്ള നമ്മൾ അരച്ചെടുക്കുന്നതിനെ നമ്മൾ എണ്ണയിലേക്ക് കലർന്നു കഴിഞ്ഞ് എണ്ണ ഒരു 20 മിനിറ്റ് തിളച്ച് വരുമ്പോൾ 20-25 മിനിറ്റ് ആകുമ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് എത്തും. ഇതിൻ്റെ ഈ പച്ച ഇല ഒരു ബ്രൗൺ കളറിലേക്ക് എത്തും. അപ്പോൾ ഏതാണ്ട് അത് മൂത്ത പരുവമാവും. ഒരുപാട് മൂത്ത് പോകരുത്. മൂത്ത് കഴിഞ്ഞാൽ എണ്ണയ്ക്ക് ഗുണമില്ലാതായി പോകും. നമുക്ക് ഏതാണ്ട് ഒരു മണൽ പരുവാകുമ്പം ഇതിനെ അരിച്ച് മാറ്റാവുന്നതാണ്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുക. അഞ്ജനക്കല്ല്, പച്ചക്കർപ്പൂരം ഇത് നമുക്ക് പാത്രഭാഗമായിട്ട് ചേർക്കാവുന്നതാണ്.